നീ പബ്ബിലുണ്ടെന്ന് പറഞ്ഞോണ്ട് തന്നെയാ ഞങ്ങള് വന്നത് കേട്ടോ. ഗുരു ചെയ്ത തെറ്റാന്ന് എനിക്കറിയാം. അത് സാരല്ല, അതിനല്ലേ നിനക്ക് ഇപ്പൊ തന്ന ശിക്ഷ. പോട്ടെ സൈമ പോട്ടെ. ഇത് അപ്പച്ചൻ്റെ ഒരു നമ്പറല്ലേ കൂട്ടാ. എന്നെ എങ്ങനെയാടാ പൊക്കി? കോഹിനൂർ ലീല. എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞിട്ടും നീയൊന്നും അയമ്മനെ വെറുതെ വിട്ടില്ല അല്ലേടാ? അന്ന് 1 ഇഞ്ച് വ്യത്യാസത്തിലല്ലേ നീ രക്ഷപ്പെട്ടത്. ഇനി അതുണ്ടാവില്ല. സുരഭി, ലോഡ് എത്തിയോ? ഇല്ല. എപ്പോ എത്തും? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ്. വെറുതെ അയാളുടെ കാര്യത്തിൽ ഹിന്ദി തെരയും കേട്ടു. എവിടെ എത്തി? ഞങ്ങള് നീ വണ്ടി തിരികെ ഒരു കോണ്ടാക്ട്സ് ചർച്ച് റോഡ്. നിർത്തടാ. ഓക്കെ സൈമ. അമ്മായി, ദാ ഹരിയേട്ടൻ വന്നു. എന്താ വന്ന നിപ്പി തന്നെ നിൽക്കുന്നേ? കേറി വാ ഹരിയേട്ടാ. ഹരിയേട്ടാ, ചായ. ടപ്പേന്നങ്ങ് കുടിച്ചോ, ക്ഷീണം മാറട്ടെ. മതിയോ? ഒരു കപ്പും കൂടി തരട്ടെ? മതി മതി. നമുക്ക് വീട്ടിലേക്ക് പോവാം ഹരി. ഇവിടെ എന്തേ നടക്കുന്നത്? ആരെങ്കിലും എന്നോടൊന്ന് തെളിച്ച് പറയോ? ഞാൻ പറയാം. നിനക്കറിയാമല്ലോ, ഞാൻ നിൻ്റെ ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് 6 ലക്ഷം രൂപ ഹൗസ് ലോൺ എടുത്തത്. അതിപ്പോൾ പലിശയും കൂട്ടുപലിശയൊക്കെ ചേർത്ത് 10 ലക്ഷത്തോളമായി. നിൻ്റെ ആ കൂട്ടുകാരുണ്ടല്ലോ കുരുടി, അവൻ പറഞ്ഞതുകൊണ്ടാണ് നീ മാനേജറായ ശേഷം ഞാൻ പൈസ അടക്കാഞ്ഞത്. കുരുടിയോ? ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു അമ്മാവ. ഇപ്പം അറിഞ്ഞല്ലോ. അമ്മാവൻ വിഷമിക്കണ്ട, വേണ്ടത് ഞാൻ ചെയ്തോളാം. ഞാൻ അന്നേ പറഞ്ഞില്ലേ സുമതി, അവനൊന്നും അറിഞ്ഞു കാണില്ലെന്ന്. അതെ അതെ അതെ. ആ ലോൺ എഴുതി തള്ളും അല്ലേ മോനെ? എടി, ഇന്നലെ ആ ലോൺ അവനെ എഴുതി തള്ളാമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അവിടം വരെ പോയി ഒന്ന് കൺഫേം ചെയ്യണ്ടേ? പക്ഷെ അതിനെന്തിനാ ഞാൻ? ഓ അതോ, അച്ഛൻ വെറുതെ 100 രൂപ ഓട്ടോറിക്ഷക്കാരന് കൊടുക്കൂ. എല്ലാം നിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാ. നീയും അവൻ്റെ ഓഫീസും പരിസരമൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പം മനസ്സിലായോ? ഇവിടെ 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 എത്രയായി? 100. ആ മോളെ, നീ ഭാഗ്യവതിയാ. മാനേജറില്ലേ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അയ്യോ, ഞാൻ മാനേജറിൻ്റെ അമ്മാവനാ. എനിക്കെന്തിനാ അപ്പോയിൻമെൻറ്റ്? സാറ് വരാൻ 12 മണിയാവും. വെയിറ്റ് ഓ ചെയ്യാം. വെയിറ്റ് ചെയ്യാം. വാ. സാറ് വന്നിട്ടുണ്ട്. ഓ
ഒരുപാട് നേരമായി മോനെ ഞങ്ങൾ കാത്തിരിക്കുന്നത്. സോറി അമ്മാവ, എൻ്റെ ഫ്ലൈറ്റ് ഇത്തിരി ലേറ്റായി. അമ്മാനകത്തേക്ക് ഇരിക്കും. ഓ, 8ാം ക്ലാസ് തോറ്റ IAS എഴുതാൻ പറ്റില്ലെന്ന് മമ്മി പറഞ്ഞു. പിന്നെ നിനക്ക് വേണ്ട ഒരു ഉദ്യോഗസ്ഥനായ ഭർത്താവായതുകൊണ്ട് ഞാൻ ഈ കമ്പനിയിൽ കുറച്ച് ഷെയർ അങ്ങ് മേടിച്ചു. ഇപ്പോൾ എനിക്ക് 3 ലക്ഷത്തിലേറെ മാസ വരുമാനം വരും. ഇനി തമിഴ് സിനിമയിലെ പോലെ നായികയ്ക്ക് ഗുണ്ടയായ നായകനെ സ്നേഹിക്കാമല്ലോ അല്ലേ? ഇന്ന് ബാങ്കിലായിരുന്നു ബാൻഡും മേളമെങ്കിൽ എൻ്റെ ഉത്തരം അന്നത്തെ പോലെ ആവില്ലായിരുന്നു. നീ പോയി ഒരു ബൊക്കെ മേടിച്ചിട്ട് വാ. നമുക്ക് എന്തിനാ ബൊക്ക? നീ പോയി വാങ്ങ്, ഒരാൾക്ക് കൊടുക്കാനാ. എനിക്ക് പറയാൻ വയ്യ, വേണമെങ്കിൽ നീ തന്നെ പോയി വാങ്ങിച്ചോ. ഒന്ന് ചെല്ലടാ, നീ വാങ്ങിട്ട് വാ. എന്തിനാടാ ചെക്ക? നീ ഒന്ന് പോയിട്ട് വാ. പോട്ടെ. എന്നെ ഒരു കട്ടുറുമ്പായിട്ടാണല്ലേ കാണുന്നത്? എന്താടി? കാശ് എടുത്തിട്ടില്ല. ബൈ, ഒരു മിനിറ്റ്. കാശ് നീ കേറിക്കോ. തുറക്കണോ? നോക്കിക്കോ പന്നി. ആയിരം വർഷം ജീവിക്കാൻ വരം വാങ്ങിയ വ്യക്തിയൊന്നുമായിരുന്നില്ല കുരുടി. വ്യക്തമായ ലക്ഷ്യങ്ങളുടെ പിൻബലങ്ങളില്ലാതെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഓരോ നിമിഷങ്ങൾ പിന്നിലേക്ക് പോകും തോറും അത് പല പല ലക്ഷ്യങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. അവൻ്റെ രക്തമുണങ്ങുന്നതിന് മുമ്പ് ആ കണക്ക് ഞാൻ തീർത്തു. എനിക്കൊരു മകനുണ്ട്.